ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് പുലാവാണ്. കാണുമ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം പുലാവാണ് കേട്ടോ. അപ്പോൾ രണ്ടും രണ്ട് രീതിയാണ് ഉണ്ടാക്കുന്നത്, ബിരിയാണിയും പുലാവും. അപ്പോൾ ഇന്ന് നമുക്ക് പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു പിടി കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് പുലാവിൽ നമ്മൾ ഇങ്ങനെ സംഭവം ഇടുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ആഡ് ചെയ്യാവുന്നതാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് കാഷ്നട്ടും അതുപോലെ ഒരു സവാള അരിഞ്ഞതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനിലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലർക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രണ്ടും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം കുക്കറിലോട്ട് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോട്ട് ചെയ്തെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് അതിലോട്ട് ഒരു ബേ ലീഫ്, 2-3 ചെറിയ പീസ് പട്ട, 5 ഗ്രാമ്പൂ, 2 ഏലക്കായ ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ആ സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പുലാവിൽ ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട്, ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനാകുമ്പോൾ എരിവും കുറവാണ്. പുലാവ് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്പൈസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, അതുകൊണ്ടാണ് നമ്മൾ സാധാ മുളക് പൊടി ചേർക്കാതിരുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല എരിവിലൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 7-8 ബീൻസ് കട്ട് ചെയ്തതും, 2 ക്യാരറ്റ് കട്ട് ചെയ്തതും, ഒരു 1/4 കപ്പ് പച്ചപ്പട്ടാണിയും, പിന്നെ ഒരു പകുതി കോളിഫ്ലവർ ചെറിയതായിട്ട് കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ടിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റോളം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കണം. റൈസും വെജിറ്റബിൾസും ഒരുമിച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ റൈസ് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരും. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസും റൈസും സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 3.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് വെള്ളം വറ്റിച്ചെടുക്കുന്ന ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ പുലാവ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 3.5 കപ്പ് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളത്തിലൊരു പൊടി ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന വിധത്തിലാണ് ഉപ്പ് ചേർക്കാൻ. പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങ നീരാണ്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി, വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ കുക്കായിട്ട്, അതുപോലെ ഒത്തിരി ഒട്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ റൈസിന് കറക്റ്റ് വേവ് തന്നെയാണ് കേട്ടോ ആയിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഈ റൈസ് മറ്റൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ടും മാറ്റി കൊടുക്കാം. കാരണം കുക്കറിൽ തന്നെ നമ്മൾ അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ അതിൻ്റെ വേവ് ഒന്നുകൂടി കൂടുതലായി വരും. അതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്നും നമ്മുടെ റൈസ് പുലാവ് മൊത്തം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നല്ല കറക്റ്റ് വേവാണ് കേട്ടോ നമ്മുടെ പുലാവിനെ, ഒട്ടിയിട്ടൊന്നല്ല നമ്മുടെ പുലാവ് ഇരിക്കുന്നത്.
പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് പുലാവ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുന്നതാണ്. കുറച്ച് സവാളയും അതുപോലെ കാഷ്നട്ടും വറുത്തത് ഫ്രൈ ചെയ്തത് കൂടി ഞാനതിന് മുകളിലിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുലാവ് എന്ന് പറയുന്നത്, വെജ് പുലാവ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ബിരിയാണീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുലാവിന് നല്ല സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, തീരെ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി പുലാവാണ്. ഈ ഒരു പുലാവ് നമുക്ക് പപ്പടവും സലാഡിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.